ദേഷ്യം പിടിച്ചു ഒരൊറ്റ തിരിച്ചില് ദേഷ്യം പിടിച്ചു അവിടെ ആരോ ഉണ്ട് കേട്ടോ അങ്ങോട്ട് വരും ഇവിടുന്ന് കൂക്കിയാലോ കാട്ടു കയറി കേട്ടോ കാട്ടു കയറി നോക്കണ്ടോ സനതായിരുന്നു സനയാ ഹായ് പറഞ്ഞേ കോടയില് അവിടെ നോക്ക് ഹായ് വാ അറേബ്യൻ കടലാണ്. ഇവിടെ ഇത്രത്തോളം ക്ലിയർ ഇട്ടുണ്ടെന്നുള്ള അറിയില്ല. ബിൽഡിങ്സ് ഒക്കെ കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. ഞങ്ങളിന്ന് വീണ്ടും നമ്മൾ അസീസ് ഖാൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. ഇന്ന് ക്ലൈമറ്റ് കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസം റെഡ് അലേർട്ടും കാര്യങ്ങളും സ്കൂളുകൾക്ക് അവധിയൊക്കെ കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞ് നല്ല മഴയിനി. അപ്പോൾ ആ മഴയൊക്കെ ഒന്നും ഒതുങ്ങി. ഇന്നിപ്പം കുറച്ച് മഴയ്ക്ക് മാറ്റമുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കയറുന്നത്. കാരണം രാവിലെയൊക്കെ മഴയിനി. അപ്പോൾ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ നമ്മൾ വേഗം കയറിയത് കേട്ടോ. ഞങ്ങൾ കയറി പോകുന്ന വഴിയിലുള്ള വ്യൂ ആണ്. അപ്പോൾ അത് നോക്കി ഇവിടുന്ന് കടൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇന്നത്തെ വെതർ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇവന് ഫോണിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ആ ലാസ്റ്റ് ഒരു വെള്ള രീതിയിൽ ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടല്ലേ, ആ ലൈനായിട്ട് വെള്ള ഇതിൽ പോകുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. പക്ഷേ ഫോണിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വെതർ അത്രയും ക്ലിയർ ആവണം. നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഏകദേശം കയറി നമ്മൾ ആ മലൻ്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മലൻ്റെ ഞങ്ങളോട് പറഞ്ഞ പോലെ ഈ മലൻ്റെ ടോപ്പിൽ കയറിയാൽ മാത്രമേ ആ നിരന്ന മനസ്സിലാവുള്ളൂ നമ്മൾ എത്തുള്ളൂ. അപ്പുറത്തൂടെ കയറുകയാണെങ്കിലും നല്ല കുത്തനെ മലേൻ്റെ ടോപ്പിലേക്ക് കയറണം. ഏത് ഭാഗത്തുകൂടിയും മലയൊക്കെ കയറിയിട്ട് നിരന്ന പ്രദേശം. അവിടെ നമുക്ക് സമാധാനമുള്ള നമ്മൾ സ്വർഗ്ഗക്കുന്നിൻ്റെ പോലെ ഡേഞ്ചർ അല്ല. കാരണം എന്താ വെച്ചാൽ ഉരുൾപൊട്ടലിൻ്റെ പേടിയില്ല. അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ്, നിരന്ന പ്രദേശമാണ്. പിന്നെ മിന്നലടിക്കണത് മാത്രം നോക്കിയാൽ മതി. കാരണം ഏറ്റവും ഹൈറ്റിലുള്ള നിരന്ന പ്രദേശമായതുകൊണ്ട് ഇനിയിപ്പോൾ ഉരുൾപൊട്ടൽ വന്നാൽ തന്നെ ആ ഇതിന് ചുറ്റും നിൽക്കുന്ന മലകളിലേന്ന് ഉരുൾ പൊട്ടുള്ളൂ. അത് അങ്ങോട്ടേ പോകുള്ളൂ, ഇങ്ങോട്ട് വരില്ല. നമ്മൾ ആ പ്രോപ്പർട്ടിയിലേക്ക് ഒന്നും സംഭവിക്കില്ല. അത് നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സേഫായിട്ട് മഴ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങട്ടെ. ബാക്കിയുള്ള അവിടെ എത്തിയിട്ട് കാണിച്ചു കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ആദിവാസി മൂപ്പനെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒരു കൊമ്പൻ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അയാൾ വെറുതെ പറഞ്ഞതായിരിക്കുന്നു. പക്ഷെ അതല്ല, നോക്കണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് പോയതാണേ. ഇപ്പോൾ ഇവിടെ ആശാൻ ഇവിടെ ഉണ്ട് സംഭവത്തിൽ. ഓക്കെ, ഞങ്ങളങ്ങോട്ട് കയറട്ടെ. ഇവിടെ അധികം നിന്നാൽ ശരിയാവില്ല. നമ്മളവിടെ ബൈക്കവിടെ വെച്ച് വന്നാൽ പിന്നെയും കുഴപ്പമില്ല, ധൈര്യമാണ്. പണി തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇവിടെ എത്തി എന്താ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാധനം കയറിയിട്ട് ചിക്കൻ വെള്ളത്തിലിടാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ കത്തിയും കാര്യങ്ങളും എടുത്തിട്ട് ബേസിനുള്ള മരങ്ങൾ ഉണ്ടാക്കിയിട്ടെ. അടുത്ത മഴ ശക്തമായിട്ട് മഴ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ബേസിനുള്ള മരങ്ങൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുവരട്ടെ. എന്നാലും നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീർത്തിട്ട് ബാക്കി കാണിച്ചു കേട്ടോ. നമ്മൾ വർക്കിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ്. സനത ബൈക്കിൽ വരുന്നുണ്ട്. ഓ, എന്താണ് അവസ്ഥകളൊക്കെ നോക്കുക. നമ്മൾ നല്ല വെള്ളമായി ഉണ്ടാവും എല്ലാവർക്കും. നമ്മൾ നാളെ വേണമെങ്കിൽ നമ്മൾ ആ തോട് നന്നാക്കിയിട്ട് അവിടെ നിന്ന് കുളിക്കലേ. ഇവിടെ അല്ലടാ, താഴത്തെ കുണ്ടില് താഴെ താഴെ ഒരു കണ്ടില്ല, കുയ്യുണ്ട്. ഞങ്ങൾ പണ്ട് കുളിക്കുന്ന സ്ഥലം ഈ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ പണ്ട് ഞാനും സോബിനും ഒക്കെ കുളിച്ചിരുന്ന സ്ഥലം. ജോസഫേറ്റ് സോബിന് ഒഴിവില്ലാതെ ഫോറസ്റ്റിൽ തിരക്കിലേക്ക് പോയപ്പോൾ പിന്നെ നമുക്ക് എന്താ തോട്ടിലൊക്കെ വെള്ളമുണ്ട്. മഴ നോക്കി സെറ്റാണ്. നിർമ്മാണം വെള്ളം കയറിയല്ലേ, കാറ്റടിച്ചാണേ. നല്ല അട്ടുണ്ട് കേട്ടോ. നമ്മളെ ജോസഫിനെ തിരഞ്ഞിട്ട് ജോസഫിൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ വന്നു കേട്ടോ. അപ്പം ഇന്നാൾ വന്നില്ലേനോ ജോസഫിൻ്റെ 2 സുഹൃത്തുക്കൾ. അപ്പോൾ ജോസഫ് അതിലങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജോസഫിനെ വിളിച്ചിട്ട് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഒരു ബൈക്ക് എടുത്ത് വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ ജോസഫ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളെ ഏർമാടൊക്കെ കാണാൻ വേണ്ടി ഏർമാടത്തിൽ കയറിയിരിക്കുന്നുണ്ട്. അതവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ തൽക്കാലത്തിന് പോയിട്ട് മുറിക്കട്ടെ. മഴ ആയതുകൊണ്ട് നല്ല പാമ്പുണ്ടാവും വിചാരിച്ചു എല്ലാവരും സേഫ്റ്റി കൂട്ടിട്ടുണ്ടോ.
ഇതിൽ 3 തള്ളിട്ടോ അല്ലേ? ഏതൊക്കെ വേണ്ടി? മറ്റേ വണ്ണം കൂടുതലല്ലേ വേണ്ടത്? ഒന്ന് വണ്ണം കുറഞ്ഞ അതും തള്ളിട്ടോ, ഈ 2 തള്ളിട്ടോ. ഈ 2 ഈ 3 ഇതും ഇതും ആ വലുതട ഒഴിവാക്കിയോ? ആ ആ ആ ആ വലുതട ഒഴിവാക്കിയോ? ഒരു ഏർമാടെ കണ്ടിരിക്കട്ടെ, നമ്മളെ പണി നടക്കട്ടെ. ജോസഫ് പേര് വയ്ക്കും അല്ലേ തിരിച്ചറിയോട്ടെ. എന്തൊരു കൊതുകറിയോ? കൊതുകാണ്. പോട്ടെ പോട്ടെ. റമീസിൻ്റെ മാരക പരിപാടികളാണ്. പല്ലുവേനൊക്കെ മാറിയത്. എടാ അത് കൊണ്ടോ, വള്ളി കൊണ്ടോ? ആ പോന്ന് മറ്റോട് തള്ളിട്ടോ. സത്യോ? ചെറിയൊരു കല്ലുമ്പ് വരെ വാമ്പ ഉറപ്പാണ്. നല്ല ഉറപ്പുണ്ട് ഇവിടുത്തെ മരം. അത്രേ ഉള്ളൂ. കത്തിന്റെ കാലാവധി കഴിഞ്ഞാ ഇത് എടുത്തൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്താക്കാനായി? എന്ത് വെൽഡ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല തടി മണ്ണുള്ള മരങ്ങളാണ്. ഇതൊക്കെ മുറിക്കണം എന്തിനാ വെച്ചാൽ നമ്മൾ കോണി അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ ഒരു ബേസ് വേണം. അപ്പോൾ ആ കോണി ഉണ്ടാക്കാനുള്ള ബേസിന് വേണ്ടിയിട്ടാണ് 2 കോണിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ പിടിച്ചിങ്ങനെ കയറി പോകാനുള്ളത്. അപ്പം നടുവിലൊരു ബേസ് വെച്ചാൽ മേലേക്കൊരു കോണി താഴേക്കൊരു കോണി. അപ്പോൾ ആ ബേസിനുള്ള മരങ്ങളാണ് ഇപ്പോൾ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മാക്സിമം നമ്മൾ ഈ വർക്കുകളൊക്കെ തീർത്തിട്ട് ഇറങ്ങാമെന്നാണ് കാഴ്ചപ്പാട്. മരങ്ങളെ ചെറിയ ഷോർട്ടേജും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സൈഡ് കെട്ടലൊക്കെ നമ്മൾ പിന്നാക്കാം. റൂഫ് നമുക്ക് കൈയാണെന്നുണ്ടെങ്കിൽ നാളെ ബേസ് ഉണ്ടാക്കിയിട്ട് ആ കോണി അവിടെ വെച്ച് കൊടുത്താൽ
നമ്മൾ തൽക്കാലത്തിന് എന്താക്കാം ഈ കോണിയാണ് മുറിച്ച നമ്മൾ ആ കോണി ഒഴിവാക്കിയിട്ട് അതിൻ്റെ കവുങ്ങിൻ്റെ ഇല കൊണ്ട് നമുക്ക് മുകളിൽ റൂഫ് കെട്ടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെ പ്ലാനിങ്ങും നമ്മൾ വിചാരിച്ചതും എന്നും ഒരുപോലെ അല്ല, ഒരുപോലെ ആവലുമില്ല. കാരണം കാടാണ്, പ്രകൃതിയാണ്, മഴ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉറപ്പൊന്നിനും പറയാൻ കഴിയാത്തത്. അപ്പം അത് തീർത്തിട്ട് നമ്മൾ കൊണ്ടുപോകും കേട്ടോ. വേറെ കൊണ്ടുപോയിടാനേ ടൈമുള്ളൂ. കാരണം 4 മണി 5 മണിയൊക്കെ ആനായി. നമ്മൾ ലേറ്റായി പോയി കയറിയത്. നല്ല എക്സ്ട്രീം ലെവല് വെയിറ്റ് ആയിരിക്കും. ഓ വിചാരിച്ചത് തന്നെ പൂതലടിച്ചുണ്ടാവും. കൊറേ ആയില്ലേ? അതല്ലേ പ്ലാവാണ്. നല്ല വെയിറ്റ്. ശ്രദ്ധിച്ചു പോ. ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക്. ആ കത്തി കൊണ്ടാ ഏതായാലും വെച്ച് പോവല്ലേ കത്തി. ഏതാ സ്ഥലം? കാറ്റ്. മഹേന്ദ്ര ബാഹുബലി. അത് എങ്ങനെയാ ഇതിന്? വെള്ളം ആവശ്യത്തിൽ കൂടുതലുണ്ടോ? നാളെ നോക്കിയാൽ മതി. അത് മതി, ഇന്ന് രാത്രി മാത്രം മതി. നാളെ രാവിലത്തേക്ക് നമ്മൾ പിന്നെ ഉണ്ടാക്കാം. അതെ, കറക്റ്റ് മരപ്പണിയാണ്. മരത്തിന്റെ ലോഡിങ് ഉണ്ടല്ലോ. ഓ എന്തൊരു വെയിറ്റാ. ഈ വീഡിയോ സംഭവങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ അന്ന് വന്നിട്ട് 1 മണിക്കൂറേ ഇവിടെ നിന്നിട്ടുള്ളൂ. മരമുറിക്കാരും കൊണ്ട് വന്നിരുന്നു. ഹസീക്ക, ഞാൻ, ഞങ്ങളെല്ലാവരും പാടെ. എന്നിട്ട് അങ്ങനെ മേലെ മരമൊക്കെ വെട്ടി എടുക്കേണ്ട ഞങ്ങൾ ഫുൾ ക്ലിയർ ആയി. നമുക്ക് തടസ്സമുള്ള മരങ്ങളൊക്കെ നമ്മൾ വെട്ടി ഒഴിവാക്കി കണ്ടോ. അപ്പൊ അതിന്റെ വേസ്റ്റാണ് ഇപ്പോൾ ഒഴിവാക്കി കൊടുക്കുന്നത്. കാരണം പാമ്പുകൾ കൂടുതലുണ്ടായോണ്ടേ മാറ്റിയില്ലെങ്കിലും പണിയിട്ട്. നല്ല വെയിലാണല്ലോ അല്ലേ? ഇന്ന് വെയിലുണ്ട്. ഇന്ന് തക്കണ്ടായി. രാവിലെ കയറിനെ ഓക്കെ. ഇതിന്റെ അടിഭാഗം മൊത്തം മരം മുറിച്ചിട്ടുള്ള ഒന്ന് വൈഫിന്റെ കപ്പിന്റെ കല്യാണേ നിക്കാള്. അപ്പൊ അതിന് കൂടേണ്ടി വന്നു. അതുകൊണ്ടാണ് രാവിലെ കയറാൻ. നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ തീർത്തിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാനൊക്കെ. നമുക്കിത് മാത്രമല്ലല്ലോ ഏർപ്പാട്. അല്ല അതാ നമ്മളെ പണി. ഇപ്പൊ ഏർമാടം കെട്ടൽ ഒരു പണിയാണ്, പ്രൊഫഷണൽ ആയിട്ട് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നമ്മളേതായ ചുറ്റുപാടുകൾ നമുക്കുണ്ട്. തീർത്തിട്ട് വേണം നമുക്ക് മാത്രം വലിയ തോന്നുന്നത്. നമ്മളങ്ങനെ പശ എവിടെ തൊട്ടും ഡ്രസ്സിലൊക്കെ നല്ല മഴക്കാലത്ത് തന്നെ നല്ല വെയിലുള്ളൊരു കാലാവസ്ഥ കേട്ടോ. എന്താ മേഘങ്ങളൊക്കെ. കുളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ പോവുക. അപ്പം നമ്മളെ കുളിക്കണ ചോല നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണേ, ഒരു നാച്ചുറൽ ബ്യൂട്ടി.
നാച്ചുറൽ പൗണ്ടാണ്. അവിടെ നമ്മൾ വൃത്തിയാക്കി എടുക്കും. ഇതുവരെ ഇപ്പം എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പത്തെ നമ്മൾ പണ്ട് കുളിക്കുന്ന സ്ഥലം ഇനി, അതായത് പണ്ട് നമ്മളിവിടെ വരുമ്പോൾ സോബിൻ്റെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് സോബിനായിട്ട് നമ്മൾ ഇവിടെ ഏർമാടത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ 3-4 കൊല്ലം മുമ്പൊക്കെ ഇവിടെ വന്ന് നമ്മളെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തു നിന്ന് കുളിക്കലുണ്ടായി. അപ്പം ആ കുളി ഇപ്പം കുറേ കാലമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മണ്ണും കല്ലൊക്കെ വന്ന് അടിഞ്ഞിട്ട് ആ കുയ്യൊക്കെ പോയി. അപ്പോൾ ആ കുയ്യൊന്ന് വൃത്തിയാക്കിയിട്ട് ഇന്നിപ്പോൾ കുയ്യ് വൃത്തിയാക്കാനുള്ള നേരമൊന്നുമില്ല, മെല്ലെ കുളിച്ചിട്ട് പോരുക അവിടെ നിന്നെങ്കിലും. അപ്പം നമ്മൾ ഒഴിവോനെ ആ കുയ്യൊക്കെ വൃത്തിയാക്കി ആ ഒരു നാച്ചുറൽ പൗണ്ട് ആക്കിയിട്ട് ഫെൻസിങ് ഓഫാക്കിയിട്ട് കേട്ടോ, ഫെൻസിങ് ഓഫാക്കിയിട്ട് ഇങ്ങനെ വന്നാണ്. നമ്മളെ റേഞ്ച് കിട്ടുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ പാറയിലെത്തണം. നമ്മൾ അസീസ്ഖാൻ്റെ പ്രോപ്പർട്ടീൻ്റെ ബൗണ്ടറിയാണ്, ഫോറസ്റ്റ് ആയിട്ടുള്ള ബൗണ്ടറിയാണ്. അപ്പോൾ കാണിച്ചു തരാം. അടിപൊളിയാണ് സംഭവം. ഇവിടെ എന്തിനും മുട്ടൊന്നുമില്ല. ഭക്ഷണ സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഹാപ്പിയാണ്. ഇതാ കുളിക്കാൻ റെഡി ആയി. പാട്ടൊക്കെ ഉണ്ട് അവിടെ. മെല്ലെ ഒന്ന് കിടന്നാൽ മതി ആ പാറമേൽ. ആ കുയ്യൊക്കെ മൂടിപ്പോയിണ്ടാവും, എന്നാലും പാറമേൽ മെല്ലെ കിടന്നാണ്ട് കുളിക്കാം. അടിപൊളിയാണ്. ചളിയൊന്നുമില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വൈഫിൻ്റെ കസിൻ്റെ നിക്കായിരുന്നു. നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം തന്നെ. അപ്പോൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ കയറിയതാണ്. അതാണ് ലേറ്റായത്. ആന പൊട്ടിക്കുണ്ടോ? ഇല്ല, ഇങ്ങനെ പേടിക്കാതറാ. അത് ഒന്നാമത് അറിയാം, ഞങ്ങൾ വരുമ്പോൾ NS ആദിവാസി മൂപ്പനെ നമ്മൾ കണ്ടിന്യൂറില്ലേ, മൂപ്പര് ഓൾറെഡി പറഞ്ഞ് ആന ഉണ്ടിട്ടാ പാറമേൽ മൂപ്പര് കണ്ടിട്ടാ വന്ന്, വലിയ കൊമ്പനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വീഡിയോ എടുത്തതുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കാല് കറക്റ്റ് കണ്ട് ആശാണ്ട് എന്നുള്ളത്. ഇത് നല്ല വെള്ളം കേട്ടോ. ഇതിൽ നിന്ന് വെള്ളമാക്കി പോയാൽ ഉഷാറാവും. ഇവിടുന്ന് ഞങ്ങൾ പണ്ട് വെള്ളം എടുക്കൽ, നല്ലത് ആ പാറയിൽ നിന്ന് ഉത്ഭവിക്കണം. മേലെ തൊട്ട് മേലെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ വെള്ളം. അത് ജോസഫിനെ തിരഞ്ഞു വന്ന് ജോസഫിൻ്റെ ഫ്രണ്ട്സിൻ്റെ കേട്ടോ. ഓല് ജോസഫിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിന് നടന്നിട്ട്. ഓർക്ക് ജോസഫ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇനിയെന്ന് പറഞ്ഞു. അപ്പം ഓനെ കുറേ വിളിച്ചിട്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒരു നേരം ഇങ്ങോട്ട് വന്നാ. ജോസഫിൻ്റെ വീട് ഒരു മഡ് ഹൗസ് ആക്കാൻ എന്തോ പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. എൻജിനീയേഴ്സൊക്കെ ആണ്, ചങ്ങായിമാരാണ്. അപ്പം ഓല് വന്ന് നോക്കിയപ്പം ഓൻ ഇവിടെ അല്ല. അപ്പോൾ ഓല് അവൻ്റെ വീട്ടിലേക്കൊക്കെ പോയി നോക്കിന്. അവിടെ ഇവിടെ ആണെന്ന് തോന്നുന്നുണ്ട്. ഏർമാടൊക്കെ കയറി കണ്ടു, അങ്ങനെ പോയിന്. നല്ല വെള്ളമാണല്ലോ. ഇതിമത്തെ വാങ്ങി കഴിഞ്ഞില്ലേ? ഇവിടെ ആന ഉണ്ടെന്ന് ഇന്ന് ആശം ഇറങ്ങി പോയതാ. ഇവിടെ ഉണ്ട്. ആ അവിടെ ഉണ്ടോ? ആ പാറയിലുണ്ടായിരുന്നു എന്നാ മൂപ്പര് പറഞ്ഞു. NS ആ മൂപ്പൻ പറഞ്ഞ് ആ പാറയിലുണ്ടായിരുന്നു. ചിലപ്പോൾ മേ ബി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറി തന്നെ കേട്ടോ. അതായത് അസീസ്ഖാൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഉള്ള ബൗണ്ടറി. ഇവിടെയാണ് നമ്മളെ വെള്ളച്ചാട്ടം കിടക്കുന്നത്. സ്വാമി ബേക്കലുണ്ട്. പെർമിസത മുന്നിൽ പോകുന്നു. ചക്കയാണ് ഇപ്പോൾ ആശാൻ്റെ കാര്യമായിട്ടുള്ള പരിപാടി. വെള്ളച്ചാട്ടം കണ്ട ഞങ്ങൾ സൗണ്ട് കേട്ടോ. നമ്മളെ കുഴിയൊക്കെ മൂടി ഫുള്ള് ഇതായി കേട്ടോ. നമ്മൾ ആദ്യം കുളിക്കുന്ന സ്ഥലം. ഞാൻ മറ്റോനും കൂടി കൂക്കിയിട്ട് വരാൻ പറഞ്ഞു. അത് ആ മറ്റേ ജോസഫിന് കാണാൻ വന്ന ചെക്കന്മാരല്ലേ, ഓലയും കൂടി കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണ്ടല്ലോ, എല്ലാവരും കാടറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ ഓല് ജോസഫ് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഓലി കൂട്ടി വരാൻ പറഞ്ഞു. സനുവിനെ അങ്ങോട്ട് വിട്ടേ. സനോലിയും കൂട്ടി വരാൻ മതി. നമുക്ക് ആ വെള്ളത്തിൽ പോകാം. അടയ്ക്കാം ഒന്നോളൂ. അടിപൊളിട്ടോ സാർ ഇണ്ടല്ലേ. ആന സ്ഥിരമായിട്ടല്ല ഉണ്ടോ? അടിപൊളിയല്ലേ? ഇവിടെ കുളിക്കടാ, അവിടെ ഒരു കുഴിണ്ടേ. റമീസ അവിടെ ഒരു കുഴിയുണ്ടെന്ന് പറയാം.
ആ കുഴിയിൽ കല്ല് വന്ന് വീണതാ. അത് ക്ലിയർ ചെയ്താൽ അവിടെ കുളിക്കാം. അവിടെ നമുക്ക് ഒരു ഷോൾഡറിന് അത്ര വെള്ളം ഉണ്ടായിനി. നല്ല മണലടിഞ്ഞതാണ്ടോ ഈ കൂലിയല്ലേ. അടിപൊളിയല്ലേ. അത് വലിയ പാറയാണേലും എങ്ങനെയും മാറ്റണേ. പാര വേണം. പാര ആശിക്കാനോട് കൊണ്ടുവരാൻ പറയാം. അത് മാറ്റി അവിടെ സുഖമായിട്ട് വിളിച്ചൂടെ. ഇതങ്ങനെ വിളിക്കാം. അവിടെ കിടന്നോ ചെക്കന്മാരെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. സാനുവിനോട് വിട്ടിട്ട് എനിക്ക് പോയാൽ മതി. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകണം. അവിടെ നല്ല അടിപൊളി സ്പോട്ടാ. അപ്പുറത്ത് കിടന്നാ ചെരുപ്പ് വിളിച്ചതാ. സനുവിന് ഇത് ജോസഫിന്റെ സ്ഥലമാണ്. അവിടെ വരെ ജോസഫിന്റെ സ്ഥലമാണ്. ഇവിടെ ഒരു കൊണ്ടോട്ടിയുള്ള ടീമിന്റെ സ്ഥലമാണ്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് പരിചയം കേട്ടോ. നമ്മളെ അറിയുന്ന ആൾക്കാരാണ്. ഇതിനടിയിൽ വേറെ അടിപൊളി സ്പോട്ട് ഉണ്ട്. സ്പോട്ടാ. എന്താ രസം നോക്കിയാ. വേറെ മൂടാട്ടോ. വെള്ളച്ചാട്ടം ഒന്നും പറയല്ല. ഭയങ്കര ഭംഗിയാണ്. ഉണ്ടോ നമ്മളെ പറമ്പിന്റെ അതിർത്തി പങ്കിടുന്ന വെള്ളച്ചാട്ടാ. സ്വർഗത്തിൽ ഇതിനേക്കാളൊക്കെ കൂടുതൽ വെള്ളച്ചാട്ടം ഉണ്ട്. പക്ഷെ അത് നമ്മൾ തൊട്ടടുത്തില്ലാന്നേ ഉള്ളൂ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണേ നമുക്ക്. ഇതാവുമ്പോൾ എന്താ വെച്ചാൽ തൊട്ടടുത്ത് നമ്മളെ പറമ്പിന്റെ തൊട്ട് ചാരിയുള്ള വെള്ളച്ചാട്ടം പോയി. അത് ചിരിക്കണ്ടേ. ഇതിനേക്കാളും വലുത് എന്താ വേണ്ടി ഇവിടെ വരുമ്പോ. നോക്കിയാണീ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ആന കണ്ടില്ല എന്ന് പറഞ്ഞിട്ടോ. അത് ആന നോക്കി. അത് കണ്ടിട്ടാ അത്രയൊക്കെ കണ്ടാ മതി. അടുത്തൊക്കെ പോകാനാവില്ല. കൊമ്പനാണ് നമ്മളെ ചില്ലിക്കൊമ്പൻ അല്ലേ. അതന്നെ സെയിം സാധനം. കൊമ്പ് അത്ര സൈസുള്ളത്. ചുള്ളിക്കൊമ്പനാണ്. ആ വലിയ കൊമ്പിലാണല്ലേ. മോനെ പോയാ നേരിട്ട് കിട്ടും. എന്താ കൊമ്പോക്കിയാ കിടിലാണല്ലേ. ഇനി ആന കണ്ടില്ല പറയുന്നിട്ടോ. ഞാൻ പള്ള പറഞ്ഞുതരാം. എന്നും ഇങ്ങനെ ആന കാണിച്ചു തരാൻ പറ്റൂല. ഞങ്ങൾ സൂലല്ല പോണത്. ആന ഉണ്ടാവുമ്പോൾ മാത്രമേ കാണിച്ചു തരാത്തുള്ളൂ. വന്ന് കയറിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ ആന കാണൂല. ഇങ്ങോട്ട് ഇറങ്ങിയറില്ലേക്കൂല്ലേ. കൊമ്പോക്കിയാണ്ട് എന്റെ ഷോട്ടിൽ ഒരുപാടുണ്ടാവും കേട്ടോ. അവന് കുറെ ഷോട്ടിലൊക്കെ ഉണ്ടോ. എന്താ കൊമ്പ് കിട്ടിയാ മതി ഉണ്ടാവും. ഓ നമ്മളെ കാണൂല. സ്മെല്ല്. ഓൻ അത്ര കാഴ്ചശക്തി ഉണ്ടാവില്ല ആനക്കല്ല്. എന്താ കൊമ്പല്ലേ. ഫാമിലി അപ്പുറത്തോ.
അക്രമാസക്തനാണ്. അക്രമാസക്തൻ ഒന്നുകൂടി ഉണ്ടാവില്ല അപ്പൊ. അതല്ലാതെ ഒറ്റക്കളിക്കുന്ന ലോണില്ല. ഒന്നെങ്കിൽ എത്ര ദൂരത്താണുള്ളത് മനസ്സിലാവുണ്ടോ? ഇത്രയും ദൂരത്താണ്. ആരെ പൊളിച്ചില്ലേ? കണ്ടില്ല എല്ലാ വീഡിയോയിലും അവർക്ക് ആനത് അങ്ങോട്ട് കയറി പോകണം കേട്ടോ. സനുവിൻ്റെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. എന്നും ആന കാണാൻ പറ്റില്ല കേട്ടോ. ജോസഫിന് കാണാൻ വന്ന 3 സുഹൃത്തുക്കൾ ഇത് അവിടെ കുടുങ്ങിക്കണ്. നാട്ടിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള അറിയില്ല. ആന ഓല് പോണ വൈക്കാളുള്ളത്. ജോസഫറ്റ വന്നുമില്ല. ഓല് ഇവിടെ വന്ന് പോസ്റ്റായിന്. അവിടെ നോക്കിയാ ആന ഉള്ളിക്കാണല്ലോ, തീരെയാണല്ലോ അല്ലേ? ഇതാ സാനോ ഓല് കുളിക്കുക. ഓല് കുളിക്കുന്നുണ്ട്. നോക്കിയാ നമ്മളെ ചെക്കന്മാര് കുളിക്കുന്നുണ്ട്. മുകളിൽ ആന നോക്കിയാ മോനെ. ആന അനങ്ങില്ല കേട്ടോ. അങ്ങോട്ട് പോകാനൊരു ധൈര്യമല്ല. ഒറ്റക്കാണ് ആശാൻ. അതുകൊണ്ട് തന്നെ അവിടെ പോകാൻ ധൈര്യമില്ല. ചെക്കന്മാർ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് കയറി. അവിടെ ഇതാ മുകളിൽ ആന. ഞാനനെ കണ്ടിട്ടില്ല, ആന കണ്ടിട്ടില്ല എന്ന് പറയണ്ടല്ലേ. അടിപൊളി കയറിട്ടോ. ആന അവിടെ തന്നെ ഉണ്ട്. ആന എങ്ങോട്ട് നീങ്ങിയിട്ടില്ല. അത് അവിടെ തന്നെ ഉണ്ട് ആശാൻ കേട്ടോ. അവിടെ അപ്പോൾ ഞങ്ങൾ കുളിച്ച് കയറി. കൊമ്പൊക്കെ നോക്കി തന്നെ. അവിടെ ആളുണ്ടോ? ഓനെ ദേഷ്യം പിടിച്ചു. ഒരൊറ്റ തിരിച്ചില് ദേഷ്യം പിടിച്ചു. അവിടെ ആരോ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് വരും. ഇവിടുന്ന് കൂക്കിയാലോ. കാട്ട് കയറി വിൽക്കട്ടെ. കാട്ട് കയറി നോക്കണ്ടോ? ആ മലൻ്റെ അപ്പുറത്ത് ആരോന്നുണ്ട്. അപ്പോൾ ആരോന്ന് കണ്ടിട്ടാണ് ആശാൻ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ സ്റ്റക്കായി നിക്കണത് അനങ്ങാതെ ഒരു അനക്കൂല. ഒക്കെ നിന്ന് അവിടുന്നുള്ള മറുത്തുക്കോ പോയി. എന്നിട്ട് അവിടുന്ന് ഇതില് നോക്ക് സ്റ്റക്കല്ലേ? അങ്ങനെ സ്റ്റക്കായി അനങ്ങാ നിക്കടാ. അനക്കൂല. ഈ ടൈമിന് ഇറങ്ങിയല്ല. തലയിച്ച് നോക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കണേ? അറ്റാക്ക് ചെയ്യണം. കുറച്ചു നേരം ദേഷ്യം പിടിച്ച് പോവാണല്ലേ. നോക്കി അങ്ങോട്ട് ഇങ്ങനെ പോകണ്ടേ? അവിടെ ഒരു ഒറ്റ തിരിച്ച് ഉള്ളിൽ കയറിയായിട്ട് പിന്നെ എത്ര ഇങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് വരുന്നത്. സാധാരണ കേട്ടോ ഫെൻസിങ് ഓണാക്കാൻ അല്ലെങ്കിൽ